കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാധ്യത ഉണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ശുഭാപ്തി വിശ്വാസം. കാരണം സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കുന്ന ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ഭരിച്ചത്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് ശുഭാപ്തി വിശ്വാസം. മങ്കട മണ്ഡലത്തിലും ആ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറിച്ചാണെങ്കിൽ അതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ, ഭരണരംഗത്ത് നിൽക്കുമ്പോൾ ആ ഭരണസാധ്യത സാധാരണക്കാരന് എങ്ങനെ ഓരോ സാധാരണ മനുഷ്യന് സഹായകമാകുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലെ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഗൗരവമായി ഇടപെട്ടുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാറുണ്ട്. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് തലത്തിലായാലും ശരി, പാർട്ടി സംഘടന എന്നുള്ള നിലയ്ക്കായാലും. പാർട്ടി സംഘടന അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. എപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അനുകൂലമായ സാഹചര്യം ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മങ്കട മണ്ഡലം തീർച്ചയായും ഒരു ഇടതുപക്ഷ മണ്ഡലമല്ല, വളരെ അപ്രതീക്ഷിതമായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ച അനുഭവമാണുള്ളത്. അതുകൊണ്ടാണ് മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്തവണ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. ആ സാധ്യത പരമാവധി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി ഇനി മെയ് 4-ാം തീയതി വരുമ്പോൾ അറിയാൻ നമുക്ക്. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.